കാശ് കൊടുത്താൽ കിട്ടാത്തൊരു കാര്യമാണ് കേട്ടോ സന്തോഷം. അപ്പോൾ അത് നമുക്ക് സന്തോഷിക്കാനോ ചിരിക്കാനോ കിട്ടുന്ന ഒരു സന്ദർഭവും സമയവും നമ്മൾ കളയരുത് കേട്ടോ. അവിടെ നമ്മൾ സ്റ്റാൻഡേർഡായ രീതിയിലേ നിൽക്കുകയുള്ളൂ, സ്റ്റാൻഡേർഡായ സംസാരമേ ഉണ്ടാകുകയുള്ളൂ എന്നൊന്നും നമ്മൾ വിചാരിക്കരുത് കേട്ടോ. അങ്ങനത്തെ സന്തോഷം എന്നൊക്കെ പറഞ്ഞാലേ വെറുതെ എന്താണ് യന്ത്രം പോലെ ആയി പോകും, നമ്മളല്ലാണ്ട് തന്നെ യന്ത്രമാണ്. അപ്പോൾ ഒന്നും കൂടി യന്ത്രമായി പോകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെന്താ പറയണ ഹൈഡ്രജൻ ബലൂണാ അതുപോലെ ആയിപ്പോവും. അപ്പോൾ അതൊന്നും അല്ല കേട്ടോ സന്തോഷം. നമുക്ക് എന്താ നമ്മുടെ വായിൽ വരുന്നത്, എന്തായാലും അസഭ്യമായ വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. അഥവാ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്രയും നമ്മളെ ചേർത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും നമ്മൾ കളയരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷത്തിനേക്കാളും കൂടുതൽ എപ്പോഴും നമുക്ക് ടെൻഷനും ജീവിതത്തിൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണേണല്ലേ. അപ്പം എന്താ പറയണ, സാഹിത്യപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കാത്തു നിൽക്കുന്ന വേഴാമ്പലിനെ പോലെയാണ് സന്തോഷം അല്ലേ. അത് വല്ലപ്പോഴും കിട്ടുന്നതാണ്. അത് തരുന്ന ആ ഒരു സന്തോഷം നമ്മൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. അപ്പം എനിക്കിന്ന് പറയാനായിട്ടുള്ളത് സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അത് ആർക്കും കൊണ്ടുതരാൻ പറ്റില്ല. എന്നിട്ട് അവർ വേദനിപ്പിച്ച് ഇവർ വേദനിപ്പിച്ച് എന്നൊന്നും നമ്മൾ കരുതണ്ട. ആ വേദനകളൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുക. നമ്മളിങ്ങനെ എന്താണ് ഇരുന്ന് അവരെന്നെ അങ്ങനെ പറഞ്ഞല്ലേ ഇങ്ങനെ പറഞ്ഞല്ലേ എന്നും പറഞ്ഞ് ചിന്തിച്ച് നമ്മുടെ മനസ്സ് നശിപ്പിച്ച് കളഞ്ഞാലുണ്ടല്ലോ ഒരു സന്തോഷവും നമ്മളെ തേടി വരില്ല കേട്ടോ. എന്തായാലും നമ്മുടെ വായിൽ നിന്ന് വീണ് പോയാലും നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചാലും അതൊക്കെ നമ്മൾ പോസിറ്റീവ് ആക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ നിന്ന് പോയല്ലോ, അസ്ത്രം പോണ പോലെ അത് പോയല്ലോ, പിന്നെ ആ അസ്ത്രം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് സോറി പറയാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അവരോട് നമുക്ക് സോറി പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെയാണെങ്കിലും സന്തോഷിപ്പിക്കാനോ ചിരിപ്പിക്കാനോ കിട്ടുന്ന ഒരു സന്ദർഭവും നമ്മൾ കളയരുതെന്നാണ് എൻ്റെ മൂകാംബിക കാഴ്ചയെണ്ണയിലൂടെ എനിക്ക് പറയാനുള്ള വിശേഷം. പിന്നെ കുറേ വിശേഷം പറയാനുണ്ട് കേട്ടോ. എൻ്റെ ഷോപ്പിനെ കുറിച്ച് എനിക്ക് കുറേ വിശേഷം പറയാനായിട്ടുണ്ട്. ഇതൊക്കെയാണ് മരട് നെട്ടൂരിൽ നിന്നുള്ള എൻ്റെ വിശേഷം. ഓക്കെ.